രണ്ടാമത്തെ വിഷയം തിരുവനന്തപുരത്ത് ബി.ജെ.പിയിലേക്ക് CPIഎമ്മിൽ നിന്ന് 50ഓളം പ്രമുഖരായ ആളുകൾ പ്രാദേശിക രംഗത്തെ പ്രമുഖരായ ആളുകൾ ഓഫീസ് അടക്കം പോയി. ഇപ്പൊ അവിടുത്തെ ചുവരിലെ ചിത്രങ്ങളും പെയിന്റും മാറ്റി ബി.ജെ.പിയുടെ ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസായി മാറിയിരിക്കുന്നു എന്ന കഥ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടല്ലോ. ടിവിയിലടക്കം പത്രങ്ങളിലൊക്കെ വാർത്തയായിരുന്നു ആളുകൾ അപ്പുറത്തേക്ക് പോയത്. അജിംസെ, ഈ വിവാദത്തിനകത്ത് രണ്ടു തരം വിശദീകരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ അവിടുത്തെ പ്രമുഖരായ ചില ആളുകളടക്കം പാർട്ടി പുറത്താക്കുകയും പിന്നീട് അവരുടെ കയ്യിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിലുണ്ടായിരുന്ന ഓഫീസാണത്, പാർട്ടിക്ക് കൊടുത്തിരിക്കുകയായിരുന്നു. ആ ഓഫീസ് അടക്കം അതും കൊണ്ട് അപ്പുറത്ത് പോയി എന്നാണ്. ഇതിനകത്ത് വസ്തുത സത്യത്തിൽ എന്താണ്? ഇവിടെ പാർട്ടിയിൽ നിന്ന് പാർട്ടിയുടെ നയപരിപാടികളോട് വിയോജിച്ചു പോയി അപ്പുറത്ത് ചേർന്നവരാണോ, അതോ ഒഴിവാക്കപ്പെട്ടപ്പോ ബി.ജെ.പിയിലേക്ക് പോയി പാർട്ടിക്ക് ഒരു പണി കൊടുത്തു? അല്ല, അതിനെക്കുറിച്ച് CPM വിശദീകരിക്കുന്നത് വിശ്വസിക്കാൻ ഇപ്പോൾ നമുക്ക് നിർവാഹമുള്ളൂ. കാരണം ഇത് മുമ്പ് തന്നെ നടപടിയെടുത്തവരെ പുറത്താക്കിയതാണ്. 10-16 പേരെ, നേതാക്കൾ ഉൾപ്പെടെ 16 പേരെ പുറത്താക്കിയതാണ്. ഇതിൽ മറ്റൊരു കാര്യം, അവർ ഇപ്പോൾ വന്ന് ചേർന്നതല്ല, അല്ലെങ്കിൽ പാർട്ടി പുറത്താക്കുന്നതിന് മുമ്പ് പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നതല്ല എന്ന് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അത് അവർ നിഷേധിച്ചിട്ടില്ല, ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല എന്നവർ നിഷേധിച്ചിട്ടില്ല. അപ്പോൾ പാർട്ടിയുടെ വിശദീകരണമാണ് ശരി. പുറത്താക്കിയ വാർത്ത ഇവിടെ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിലെ മെയിൻ ഫോക്കസ് പാർട്ടി ഓഫീസാണ് എന്നുള്ളതാണ്. ഈ പാർട്ടി ഓഫീസാണ് പ്രശ്നം. ഇന്ന് വി രാജേഷ് അതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ചെഗ്വേരയുടെ ഫോട്ടോ മാച്ചിട്ട് അവിടെ ഭാരത് മാതാ കി ജയ് വിളിക്കുന്ന ഒരു ഫോട്ടോ. ഈ വീഡിയോ ഇന്ന് വൈറലാണ്. എവിടെ? ട്വിറ്ററിൽ, നാഷണൽ ലെവലിൽ. അതൊരു ബിംബമാണ്. ചെഗ്വേരയുടെ ഫോട്ടോ മാച്ച് അവിടെ താമര വരയ്ക്കുക എന്നുള്ളത് ഒരു ഇമേജറിയാണ്. ആ ഇമേജ് സൃഷ്ടിക്കാനുള്ള ഒരു നാടകം മാത്രമാണ് ഈ പാർട്ടി ഓഫീസ്. അതിന്റെ പ്രധാന കാരണം, ബി.ജെ.പിക്ക് എവിടെയെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് കണ്ടിട്ടുണ്ടോ നിഷാദ്? കേരളത്തിൽ എവിടെയെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉണ്ടോ? കാരണം ഒരു പൊളിറ്റിക്കൽ ക്ലാഷ് ഉണ്ടാകുമ്പോൾ പോലും തല്ലിപ്പൊളിക്കാൻ ഒരു ബി.ജെ.പി ഓഫീസിലല്ലോ എന്ന് CPM-കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ജില്ലാ കാര്യാലയമാണ് അതിനുള്ളതല്ലേ? ആ, ജില്ലാ കാര്യാലയം ഉള്ളു. താഴെക്കടയിൽ അതിന് ഓഫീസില്ല. പിന്നെ എങ്ങനെയാണ് ഈ തിരുവനന്തപുരത്ത് മാത്രമായിട്ട് ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ശാഖാ മന്ദിരമാക്കി മാറ്റുമോ? അപ്പോൾ അത് വെറും ഒരു നാടകം മാത്രമാണ്. അത് ഈ ഒരു ഇമേജറി സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു പ്ലോട്ടാണ് എന്നേ പറയാൻ കഴിയും. അത് CPM-ന് തലവേദന ഉണ്ടാക്കിയോ, അതോ ആ പ്രചാരണം തുടക്കത്തിലെ പൊളിഞ്ഞോ? എന്താണ് നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത്? CPM-ന് അങ്ങനെ വലിയ തലവേദന ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിപ്പോ എന്താ പറയാ, മൊട്ടേറയിൽ ഒരു സ്റ്റേഡിയം മാറ്റി പണിതിട്ട് സർദാർ പട്ടേലിന്റെ പേര് മാറ്റി നരേന്ദ്രമോദിയുടെ പേരിട്ടു. എന്നിട്ട് അതിന്റെ രണ്ട് എൻഡിലും ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ച പറഞ്ഞിരുന്നു, ഒരു എൻഡിന് അദാനി എൻഡെന്നും ഒരു എൻഡിന് റിലയൻസ് എൻഡെന്നും പേര് കിട്ടു. ഏതാണ്ട് അതുപോലെയൊക്കെയുള്ള ഒരു പണി മാത്രമേ എവിടെയും ചെയ്യുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇത്തരം പ്രചാരണങ്ങൾ നടത്താൻ ഒരു മടിയും ഇല്ലാത്ത ആളുകളാണ് ബി.ജെ.പിക്കാർ. അത് നമ്മൾ എത്രയോ തവണ കണ്ടിരിക്കുന്നു, എവിടെയൊക്കെ കണ്ടിരിക്കുന്നു, ഏതൊക്കെ വിധത്തിൽ കണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പോലും ഏതോ ഒരു ബി.ജെ.പി നേതാവ് ഗംഭീരമായിട്ടിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ പറയാ, ദേവസ്വത്തിന്റെ പണമെടുത്ത് സർക്കാർ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. എത്ര തവണ പൊളിഞ്ഞ നുണയാണ് പിന്നെ ആവർത്തിക്കുന്നത്. അപ്പൊ അതുപോലെയുള്ള സംഗതികൾക്ക് ഒരു മടിയില്ലാത്ത ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇത്തരം സംഗതികൾ അവർ പ്രചരിപ്പിക്കും. ഇതിപ്പോ അജിംസ് പറഞ്ഞ പോലെ അവിടെ CPM-ന് പുറത്താക്കപ്പെട്ട ആളുകളാണ്. അവർ ഞങ്ങളെ പുറത്താക്കിയിട്ടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല, അവരെ പുറത്താക്കിയതാണ്. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചാണ് അവർ ബി.ജെ.പി ചേരുന്നതിന് മുമ്പ് JDS-ൽ പോയി ചേരാനാണ് ആലോചിച്ചത്. JDS-ൽ പോയി ചേരാൻ ആലോചിച്ചപ്പോൾ CPM പറഞ്ഞു, ഞങ്ങൾ പുറത്താക്കിയ ആളുകൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം വഷളാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ JDS ചേരുന്നില്ല എന്ന് പറഞ്ഞ് മാറിയിരുന്നു. അവസാനം ബി.ജെ.പി പോയി ചേർന്നു. ഈ പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പൊ CPM-ന്റെ ഉടമസ്ഥതയിലുള്ള, പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടമാണ് ഇതേപോലെ മാറ്റിയെടുത്തതെങ്കിൽ നമുക്ക് പറയാം. ഏരിയ മുഴുവൻ മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ. അതൊന്നുമല്ല, ഇത് വയൽക്കര മധു എന്ന് പറയുന്ന നേരത്തെ അവിടെ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന ഒരാൾ, അദ്ദേഹത്തെ പുറത്താക്കി അയാളുടെ സ്വന്തം ഭൂമിയിലുള്ള ഒരു സ്ഥലം മുമ്പ് CPM-ന്റെ യോഗങ്ങളൊക്കെ കൂടാൻ അത് ഉപയോഗിച്ചിരുന്നു. അയാൾ മാറിക്കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അയാളുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ് അത് അയാൾ ബി.ജെ.പിക്ക് കൊടുക്കുന്നു. ഇതിലപ്പുറം വേറെ ഒരു കഥയില്ല അതിനകത്ത്. പിന്നെ അജിംസ് പറഞ്ഞ പോലെ ഈ ഇമേജ് ഇങ്ങനെ പ്രചരിപ്പിക്കാം. വാട്സപ്പിന്റെ കാലമാണല്ലോ, വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും. ഇത് ഇവിടത്തേക്ക് വേണ്ടിയല്ല, ബംഗാളിന് വേണ്ടിയാണ്. ഇതിന് വലിയ കണ്ടോ, കേരളവും ബംഗാൾ മാത്രമല്ല കേരളവും എന്ന് പറഞ്ഞാൽ ബംഗാളിൽ അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ബംഗാളിലെ പോലൊരു സിറ്റുവേഷൻ ഇവിടെ ഇല്ലതാനും. ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്, അത് തൃണമൂലാണ് സത്യം പറഞ്ഞാൽ CPM-ന്റെ ഓഫീസുകൾ മുഴുവൻ അവിടെ പിടിച്ചെടുത്തത്. അത് തൃണമൂൽ പലതും പിടിച്ചെടുക്കുക പോലും ആയിരുന്നില്ല. CPM-ന്റെ ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ട് മാറിയിട്ട് ഈ ഓഫീസും കൊണ്ട് കൊടുക്കുക ചെയ്തത്. അവിടെ നിന്ന് തൃണമൂലിൽ നിന്ന് ബി.ജെ.പി കുറെ ഓഫീസുകൾ പിടിച്ചെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോ അതൊക്കെ കുറെയൊക്കെ അക്രമവും കുറെയൊക്കെ കടന്നുകയറ്റവും ഇതൊക്കെ അവിടെ നടക്കുന്നത്. ഇവിടെ അതൊന്നും അല്ല സംഭവിക്കുന്നത്. ഇത് വേറൊരു സീനാണ്. അപ്പൊ നമുക്കതിനകത്തൊരു തീർപ്പ് പറയാനുള്ളത്, അത് അങ്ങനെ ഒരു കഥ അത് വ്യാജമായ ഒന്നാണ് എന്നാണ് നമുക്കിപ്പോ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം.